അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിദീന ബില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ വിടവാങ്ങലിലേക്ക് അടുത്തിരിക്കുകയാണ്. കഴിഞ്ഞുപോയ ദിനങ്ങളെക്കാൾ ഏറെ ശ്രേഷ്ഠകരമായ ദിനങ്ങളിലൂടെയാണ് റമദാനിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ നിർണായക രാത്രി. ഓരോ വർഷവും മടങ്ങി വരുന്തോറും ആ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കേണ്ടുന്ന ഏറ്റവും മഹത്തായ ഒരു രാവിലാണ് നാം ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൗണിലൂടെ എല്ലാവരും വീടുകളുടെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടേണ്ടുന്ന ഈ സാഹചര്യത്തിൽ പള്ളികളിൽ ചെന്ന് ഇഅ്തികാഫിരിക്കുവാനോ പള്ളിയിൽ ചെന്നുകൊണ്ട് ഇബാദത്ത് കൊണ്ട് ധന്യരാകുവാനോ നമുക്ക് സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ദിക്റുകളെ കൊണ്ടും സലാത്തുകളെ കൊണ്ടും തസ്ബീഹ് നിസ്കാരങ്ങളെ കൊണ്ടുമൊക്കെ നമുക്ക് ഈ രാത്രിയെ സജീവമാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകം മുഴുവനും നാശം വിധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ സുരക്ഷിതത്വവും ഈ രോഗത്തിൽ നിന്നുള്ള പരിപൂർണമായ മോചനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ വിശ്വാസിനികളും ഈ രാത്രിയിൽ ഇബാദത്ത് കൊണ്ട് ധന്യരാവണം എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നമസ്കാരം കൊണ്ട് ആ രാത്രിയെ ധന്യമാക്കുകയാണെങ്കിൽ അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ പറയണം, ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദുആ, ആ പ്രാർത്ഥന നീ അധികരിപ്പിക്കണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും അവരുടെ വീടുകളിൽ കുടുംബവുമായി ചേർന്ന് നിന്നുകൊണ്ട് ഖുർആൻ പാരായണങ്ങളിലും ദിക്റുകളിലും സലാത്തുകളിലും മുഴുകിക്കൊണ്ട് ഈ രാത്രിയെ ധന്യമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഈ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിൻ്റെ ഈ രാത്രി കൊണ്ട് ധന്യരാകുന്ന ഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു.